Good morning, children. Welcome back to our English class. Today we are going to study our fourth unit, Science, Life of Plants. Life of Plants. Plants in the Jeevitham. Okay, all of you take page number 68. Page number 68, Life of Plants. Plants in the Jeevitham. നെയിം എ ഫ്യൂ പ്ലാന്റ്സ് യു ആർ ഫെമിലിയർ വിത്ത്. നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെ പേര് പറയുക. വാട്ട് ആർ ദ യൂസസ് ഓഫ് ദിസ് പ്ലാന്റ്സ്? എന്തൊക്കെയാണ് ഈ പ്ലാന്റ്സിൻ്റെ യൂസസ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞത് നീം ആയിരിക്കാം, തുളസി എന്നൊക്കെ ആയിരിക്കാം, അല്ലേ? അപ്പോൾ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ യൂസസ്? നിങ്ങൾ ചിന്തിക്കുക. ഹാവ് യു എവർ തോട്ട് ഓഫ് ദെയർ ലൈഫ്സ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പ്ലാന്റ്സിന് നമ്മളെ മനുഷ്യരെ പോലെ ജീവനുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ തോട്ട് ഓഫ് ദെയർ ലൈഫ്സ്? അവരുടെ ജീവിതത്തെക്കുറിച്ച്, പ്ലാന്റ്സിൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പ്ലാന്റ്സൊക്കെ ഫ്ലവർ പിടിക്കുന്നതും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, അല്ലേ? പക്ഷേ അവർക്ക് അത് കരിഞ്ഞു പോകുമ്പം അത് നമ്മൾ ഒടിച്ചാൽ കളയും, ഇല്ലേ? എന്തെങ്കിലും പ്രശ്നം ചീത്തയാകുമ്പോൾ. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും അതിനൊക്കെ ജീവനുണ്ടോ, അതിനൊരു ജീവനുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഡു യു തിങ്ക് ദീസ് പ്ലാന്റ്സ് ക്യാൻ റിയാക്ട് ടു ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്? ഈ പ്ലാന്റ്സിന് പല സന്ദർഭങ്ങളിലും, പല വ്യത്യസ്ത സന്ദർഭങ്ങളിലും ഈ പ്ലാന്റ്സിന് റിയാക്ട് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം മനുഷ്യർ റിയാക്ട് ചെയ്യുന്നുണ്ട്, ചില ആനിമൽസ് റിയാക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? പക്ഷേ ഈ പ്ലാന്റ്സ് അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഡു യു തിങ്ക് ദിസ് പ്ലാന്റ്സ് ക്യാൻ റിയാക്ട് ടു ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്? വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഈ പ്ലാന്റ്സിന് റിയാക്ട് ചെയ്യാൻ പറ്റുമോ? ഇതാണ് നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ്? നെയിം എ ഫ്യൂ പ്ലാന്റ്സ് യു ആർ ഫെമിലിയർ വിത്ത്. നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് ഫ്ലവറിൻ്റെ പേര് പറയുക. വാട്ട് ആർ ദ യൂസസ് ഓഫ് ദിസ് പ്ലാന്റ്സ്? ആ പ്ലാന്റ്സിൻ്റെ എന്തൊക്കെയാണ് ഉപയോഗം, യൂസസ് എന്താണ്? ഹാവ് യു എവർ തോട്ട് ഓഫ് ദെയർ ലൈഫ്സ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പ്ലാന്റ്സിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഡു യു തിങ്ക് ദിസ് പ്ലാന്റ്സ് ക്യാൻ റിയാക്ട് ടു ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്? വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഈ പ്ലാന്റ്സിന് റിയാക്ട് ചെയ്യാൻ പറ്റുമോ, പ്രതികരിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, all of you take page number 68. Most of us have seen a peculiar kind of plant called the mimosa, touch me not, which spreads on the ground. It has very small leaves. It is extremely sensitive. If we just touch one leaf, that leaf and the leaves nearby all fold up. The greater force we use, the larger the number of leaves folding up. The whole row of leaves of the branch can be made to fold like this by touching it with a little greater force. Why does only this plant react like this? Okay. Most of us have seen a peculiar kind of plant called the mimosa, touch me not. നിങ്ങൾ കൂടുതൽ പേരും കണ്ടു കാണാം. ഒരു പെക്കൂലിയർ കൈൻഡ്, ഒരു പ്രത്യേകതരം പ്ലാന്റ് കാൾഡ് ദ മിമോസ. എന്താണ് ഈ മിമോസ പ്ലാന്റ്? ടച്ച് മീ നോട്ട്. തൊട്ടാവാടി എന്ന് പറയുന്നൊരു പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനെ തൊടമ്പഴേ അതങ്ങ് വാടും. നല്ല റോസ് ചെറിയ കൊച്ചു പൂവാണ് അതിനുള്ളത്. തൊട്ടാവാടി നല്ല മുള്ള് കാണും. നമ്മൾ ചവിട്ടി നമ്മുടെ കാലിലൊക്കെ മുള്ള് കൊള്ളുന്നൊരു ചെടിയാണ് തൊട്ടാവാടി, അല്ലേ? മോസ്റ്റ് ഓഫ് us have seen a peculiar കൈൻഡ് ഓഫ് പ്ലാന്റ് കാൾഡ് ദ മിമോസ. പ്രത്യേകതരം പ്ലാന്റാണ്. മറ്റ് പ്ലാന്റ് ഒന്നും നമ്മൾ ചവിട്ടിയാലൊന്നും അതിൻ്റെ ഇലയൊന്നും വാടത്തില്ല. പക്ഷേ ഈ പ്ലാന്റിൻ്റെ ഇല നമ്മൾ ചവിട്ടിയാലും തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വാടും. പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ നേരെയാവും, പക്ഷേ നമ്മൾ തൊടുമ്പോൾ ഇതങ്ങ് വാടും. ഓക്കെ, ടച്ച് മീ നോട്ട് വിച്ച് സ്പ്രെഡ്സ് ഓൺ ദ ഗ്രൗണ്ട്. അത് ഗ്രൗണ്ടിൽ ഇങ്ങനെ പടർന്നാണ് കിടക്കുന്നത്. ഒരു കുറ്റിച്ചെടി പോലെ ഒന്നും വളർന്നല്ല കിടക്കുന്നത്, തറയിലിങ്ങനെ പടർന്നിങ്ങനെ കിടക്കും. നമ്മൾ ചവിട്ടിയാൽ മതി, അതിൻ്റെ ഇലകളെല്ലാം അങ്ങ് മടങ്ങും. ഒരു റോസ് പൂവാണ് അതിനുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ അമ്മയടുത്ത് പറഞ്ഞാൽ മതി, നിങ്ങൾ ആ ചെടി കാണിച്ചു തരും. ഓക്കെ, which spreads on the ground. It has very small leaves. അതിന് വളരെ ചെറിയ ഇലകളാണുള്ളത്. ലീവ്സ് മീനിങ് ഇലകൾ, വളരെ ചെറിയ ഇലകളാണുള്ളത്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി സെൻസിറ്റീവ്. അത് ഭയങ്കരമായിട്ട് സെൻസിറ്റീവാണ് എന്ന് വെച്ചാൽ പ്രതികരിക്കുന്നതാണ്. എക്സ്ട്രീംലി ഭയങ്കരമായിട്ട് സെൻസിറ്റീവാണ്, പ്രതികരിക്കുന്നതാണ്. ഇഫ് യു ജസ്റ്റ് ടച്ച് ഓൺ ലീഫ്, ദാറ്റ് ലീഫ് ആൻഡ് ദ ലീവ്സ് നിയർ ബൈ ആൾ ഫോൾഡ് അപ്പ്. ഇപ്പോൾ ഇഫ് യു ജസ്റ്റ് ടച്ച് ഓൺ ലീഫ്, നമ്മൾ ഒരു ലീഫിലൊന്ന് ടച്ച് ചെയ്താൽ മതി, ദാറ്റ് ലീഫ് ആൻഡ് ദ ലീവ്സ് നിയർ ബൈ ആൾ ഫോൾഡ് അപ്പ്. ആ ലീവ്സും അതിൻ്റെ കൂടെയുള്ള മറ്റ് ലീവ്സ് എല്ലാം അങ്ങ് മടങ്ങും.
അപ്പോൾ നമ്മൾ ഒരു ലീഫിനെ ഒരു ഇലയിലൊന്ന് കാലം തട്ടിയാൽ മതി, എന്ത് ചെയ്യും? ദാറ്റ് ലീഫ് ആൻഡ് ദ ലീവ്സ് നിയർ ബൈ ആൾ ഫോൾഡ് അപ്പ്. ആ ലീഫും ബാക്കിയുള്ള ലീവ്സും, ഇലകളും, സിംഗുലർ ലീഫ്, പ്ലൂറൽ ലീവ്സ് അല്ലേ, നിയർ ബൈ അടുത്തുള്ളതും ഫോൾഡ് ചെയ്യുക, മടങ്ങും. ഹോൾഡ് അപ്പ് മടങ്ങുന്നു, ഫോൾഡ് ചെയ്യുക, മടങ്ങുക. ദ ഗ്രേറ്റർ ഫോഴ്സ് വി യൂസ് ദ ലാർജർ ദ നമ്പർ ഓഫ് ലീവ്സ് ഫോൾഡിങ് അപ്പ്. അപ്പോൾ നമ്മൾ എത്രമാത്രം ശക്തി അതിനകത്ത് പ്രയോഗിക്കുന്നുണ്ടോ അത്രമാത്രം എന്താണ് ആ ലീവ്സ് മടങ്ങും. The whole row of leaves of the branch can be merged forth like this by touching it with a little greater force. അപ്പോൾ നമ്മൾ ആദ്യമേ തൊട്ടാൽ 1-2 ഇലകൾ പാടും, പിന്നീട് കുറച്ച് ആ റോയിലുള്ള ഇലകളെല്ലാം പാടും. പക്ഷെ നോക്കെ, the whole row of leaves of the branch can be merged forth like this by touching it with a little greater force. ആ ഇലകളെല്ലാം ഒന്നിച്ച് പാടും. ആ ബ്രാഞ്ചിലുള്ള ഇലകളെല്ലാം ഒന്നിച്ച് എപ്പോഴാണ്? ബൈ ടച്ചിങ് ഇറ്റ് വിത്ത് ദ ലിറ്റിൽ ഗ്രേറ്റർ ഫോഴ്സ്. കുറച്ചും കൂടെ ഒന്ന് ശക്തിയായിട്ട് അതിനെ ഒന്ന് ചവിട്ടുകയോ ഒന്ന് പിടിക്കുകയോ ചെയ്താൽ ആ ഇലകളെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പാടും. ഓക്കെ. പെക്കൂലിയർ മീനിങ് പ്രത്യേകതരം, എക്സ്ട്രീംലി ഭയങ്കരമായിട്ടെന്നാണ് അർത്ഥം. സെൻസിറ്റീവ് പ്രതികരിക്കുന്നത്, ഫോൾഡ് ചെയ്യുക, മടങ്ങുക. ഓക്കെ. ജഗദീഷ് ചന്ദ്ര ബോസ്, an Indian scientist, conducted research on this. Bose found that the other plants also react to a man's touch in the same way. Okay, the only difference is that we cannot see the reaction of other plants. ഇപ്പോൾ ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ്, ഒരു ഇന്ത്യൻ സയൻറ്റിസ്റ്റാണ്. കണ്ടക്റ്റഡ് എ റിസർച്ച് ഓൺ ദിസ്. അദ്ദേഹം ഒരു റിസർച്ച് ചെയ്യുക, ഗവേഷണം നടത്തുക അല്ലേ, ഒരു ഗവേഷണം നടത്തി ഈ പ്ലാന്റ്സിൻ്റെ ഈ സ്വഭാവം. ബോസ് ഫൗണ്ട് ദാറ്റ് അതർ പ്ലാന്റ്സ് ആൾസോ റിയാക്ട് ടു എ മാൻസ് ടച്ച് ഇൻ ദ സെയിം വേ. ബോസ് പറയുന്നത് മറ്റു പ്ലാന്റ്സും മനുഷ്യരുടെ ഇങ്ങനെ ഒരു ടച്ച് കാരണം അത് റിയാക്ട് ചെയ്യാറുണ്ടെന്നാണ്. മനുഷ്യരിങ്ങനെ തട്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് റിയാക്ട് ചെയ്യാറുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ബോസ് ഫൗണ്ട് ദാറ്റ് അതർ പ്ലാന്റ്സ് ആൾസോ റിയാക്ട് ടു എ മാൻസ് ടച്ച് ഇൻ ദ സെയിം വേ. ഇതേ രീതിയിൽ മറ്റു പ്ലാന്റ്സും റിയാക്ട് ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് വി കനോട്ട് സീ ദ റിയാക്ഷൻ ഓഫ് അതർ പ്ലാന്റ്സ്. എന്താണ് വ്യത്യാസം? ഡിഫറൻസ് മീനിങ് വ്യത്യാസം. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് we cannot see the reaction of these plants. നമുക്ക് റിയാക്ഷൻ കാണാൻ പറ്റില്ല. ബട്ട് ഈ മിമോസ പ്ലാന്റിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും അല്ലേ, പക്ഷേ മറ്റ് പ്ലാന്റ്സിൻ്റെ റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. ബട്ട് വി ക്യാൻ സീ ദ റിയാക്ഷൻ ഓഫ് മിമോസ. നമുക്ക് പക്ഷേ മിമോസ പ്ലാന്റ് റിയാക്ഷൻ നമുക്ക് കാണാം. ബോസ് ഡിസൈൻഡ് ഡെലിക്കേറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ടു ഷോ ദ റിയാക്ഷൻസ് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ ബോസ് ആണെങ്കിൽ അദ്ദേഹം സയൻറ്റിസ്റ്റാണ് അല്ലേ, ഡിസൈൻ ചെയ്ത് ഡെലിക്കേറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, വളരെ സോഫ്റ്റായ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഉണ്ടാക്കി ടു ഷോ ദ റിയാക്ഷൻ ഓഫ് ദ ഇൻ പ്ലാന്റ്സ്. ഈ പ്ലാന്റ്സിലെ ഈ റിയാക്ഷൻ കാണിക്കാനായിട്ട് അദ്ദേഹം കുറച്ച് ബോസ് ഡിസൈൻ ഡെലിക്കേറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, കുറച്ച് സോഫ്റ്റായ ഇൻസ്ട്രുമെൻറ്റ്സ് അദ്ദേഹം ഡിസൈൻ ചെയ്തു. ഹി പ്രൂവ്ഡ് ദാറ്റ് പ്ലാന്റ്സ് കുഡ് ആൾസോ എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് സെൻസേഷൻസ് ജസ്റ്റ് ലൈക്ക് മാൻ. അദ്ദേഹം എന്താണ് പ്രൂവ് ചെയ്തത്? പ്ലാന്റ്സ് വുഡ് ആൾസോ എക്സ്പീരിയൻസ്, പ്ലാന്റ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണ്? ഡിഫറെൻറ്റ് സെൻസേഷൻസ് ജസ്റ്റ് ലൈക്ക് മാൻ. മനുഷ്യനെ പോലെ പലതരത്തിലുള്ള പ്രതികരണങ്ങളും ഈ പ്ലാന്റ്സിനും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അനുഭവപ്പെടുന്നു. പ്ലാന്റ്സിനും ഈ ഡിഫറെൻറ്റ് സെൻസേഷൻസ് പല രീതിയിൽ അവർ പ്രതികരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ദാറ്റ് പ്ലാന്റ്സ് റിയാക്ട് ടു ടെമ്പറേച്ചർ ചേഞ്ചസ്. ഹി എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ്. അദ്ദേഹം വളരെ പരീക്ഷണാർത്ഥത്തിൽ, എക്സ്പെരിമെൻറ്റ് മീനിങ് എന്താ? പരീക്ഷണം അല്ലേ. അദ്ദേഹം പരീക്ഷണാർത്ഥത്തിൽ എന്ത് പ്രൂവ് ചെയ്തു? പ്രൂവ്ഡ് ദ പ്ലാന്റ്സ് റിയാക്ട് ടു ടെമ്പറേച്ചർ ചേഞ്ചസ്. അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഊഷ്മാവ് വ്യത്യാസം, ചൂട് കൂടിയും കുറയുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പ്ലാന്റ്സ് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ഹി എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ്. അദ്ദേഹം പരീക്ഷണാർത്ഥത്തിൽ പ്രൂവ് ചെയ്ത് പ്ലാന്റ്സ് റിയാക്ട് ടു ടെമ്പറേച്ചർ ചേഞ്ചസ്. ഊഷ്മാവിലുള്ള വ്യത്യാസം അനുസരിച്ച് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? അത് റിയാക്ട് ചെയ്യുന്നു എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വി ആൾ നോ ദാറ്റ് the lovely flower lotus opens up as the sun rises in the sky. When the sun sets, the lotus closes its petals. The popular belief is that this is because the lotus loves the sun.
but Bose explained that this peculiar behavior of the lotus, it opens when there is a rise in temperature and it closes as the temperature drops. Okay, we all know that the lotus flower, the lovely flower lotus opens up as the sun rises in the sky. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്താണ് ദ ലവ്ലി ഫ്ലവർ? നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവറാണ് ലോട്ടസ്. ഇറ്റ് ഓപ്പൺസ് അപ്പ് ആസ് ദ സൺ റൈസസ് ഇൻ ദ സ്കൈ. ആകാശത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ലോട്ടസ് ഫ്ലവർ വിരിയുന്നു അല്ലേ? താമര വിരിയുന്നു നമുക്കെല്ലാവർക്കും അറിയാം. വെൻ സൺ സെറ്റ്സ്, സൂര്യൻ അസ്തമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദ ലോട്ടസ് when the sun sets, the lotus closes its petals. അതിൻ്റെ ഇതളുകൾ അതങ്ങ് അടയും. ഇപ്പം സൂര്യൻ ഉദിക്കുമ്പോൾ അതിങ്ങനെ അത് ഓപ്പൺ ചെയ്യും, അത് വിലസും. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇതിൻ്റെ പെറ്റൽസ് അതങ്ങ് അടയ്ക്കുന്നു വെച്ചാൽ അതങ്ങ് കൂമ്പ് പോവും. The popular belief is that this is because the lotus loves the sun. എല്ലാവരും വിശ്വസിക്കുന്നത് വെച്ചാൽ, എല്ലാവരുടെയും വിശ്വാസം എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്താണ്? താമരയ്ക്ക് സൂര്യനോട് ഇഷ്ടമാണെന്നാണ്. ദ പോപ്പുലർ ബിലീഫ് ഈസ് ദാറ്റ് ബിക്കോസ് ദ ലോട്ടസ് ലവ്സ് ദ സൺ. സൂര്യനോട് ലോട്ടസ് ഫ്ലവറിന് ഇഷ്ടമാണെന്നാണ്. അതുകൊണ്ടാണ് ഇത് സൂര്യൻ ഉദിക്കുമ്പോൾ അത് ആ ഫ്ലവർ വിലസുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അതങ്ങ് അതിൻ്റെ ഇലകൾ, അതിൻ്റെ പെറ്റൽസ് അങ്ങ് അത് അടയും, ക്ലോസ് ചെയ്യുന്നു എന്നാണ്. അത് എല്ലാവരും പറയുന്നത് ലോട്ടസിന് സൂര്യനോട് സ്നേഹമാണെന്നാണ്. ഓക്കെ, ദ പോപ്പുലർ ബിലീഫ് ഈസ് that this is because the lotus loves the sun, but Bose explained this peculiar behavior of the lotus. പക്ഷേ ബോസ് ആണെങ്കിൽ, ആരാണ് ബോസ്? ജഗദീഷ് ചന്ദ്ര ബോസ്, an Indian scientist. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു ഈ ലോട്ടസിൻ്റെ ഈ സ്വഭാവം, ബിഹേവിയർ മീനിങ് ഈ സ്വഭാവം എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. എന്തുകൊണ്ടാണ്? ബോസ് എക്സ്പ്ലെയിൻ ദിസ് പെക്യൂലിയർ ബിഹേവിയർ ഓഫ് ദ ലോട്ടസ്. ഇറ്റ് ഓപ്പൺസ് വെൻ ദർ ഈസ് എ റൈസ് ഇൻ ടെമ്പറേച്ചർ. ഇപ്പോൾ ഊഷ്മാവിലൊരു വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് ഇത് ലോട്ടസ് ഫ്ലവർ വിലസുന്നത്. ഇറ്റ് ഓപ്പൺസ് വെൻ ദർ ഈസ് എ റൈസ് ഇൻ ടെമ്പറേച്ചർ. ഊഷ്മാവിൽ, ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകുമ്പോഴും, അത് കുറച്ച് ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ഈ ലോട്ടസ് ഫ്ലവർ ഓപ്പൺ ചെയ്യുന്നത്. അതിന് ക്ലോസസ് ആസ് ദ ടെമ്പറേച്ചർ ഡ്രോപ്സ്. അതുപോലെ തന്നെ അതിൻ്റെ ആ ടെമ്പറേച്ചർ കുറയുമ്പോൾ അത് ക്ലോസ് ചെയ്യുന്നു. ദ ലോട്ടസ് ഫ്ലവർ അങ്ങ് അടയുന്നു. ദ സെയിം ഈസ് ട്രൂ ഓഫ് ദ സൺഫ്ലവർ. ഇതേ ഇത് തന്നെയാണ് സൺഫ്ലവർ. സൂര്യകാന്തി ചെടി നിങ്ങൾക്കറിയാം, എപ്പോഴും സൂര്യനെ നോക്കി നിൽക്കും അല്ലേ? സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് അങ്ങോട്ട് നോക്കിയാണ് സൺഫ്ലവർ നിൽക്കുന്നത്. സൂര്യൻ അടുത്തേക്ക് എപ്പോഴും പോകും. ദ സെയിം ഈസ് ട്രൂ ഓഫ് ദ സൺഫ്ലവർ. ഹി കാൾഡ് ദിസ് പെക്യൂലിയാരിറ്റി ദ തേഴ്സ്റ്റ് ഫോർ ലൈറ്റ്. പ്രകാശത്തിനോടുള്ള ദാഹം. അതാണ് സൺഫ്ലവറിനും ലോട്ടസിനും എല്ലാം ഉള്ളത്, പ്രകാശത്തിനോടുള്ള തേഴ്സ്റ്റ്. ദ അതർ പെക്യൂലിയർ തിങ് ഹി ഡെമോൺസ്ട്രേറ്റഡ് വാസ് ദ വേ പ്ലാന്റ്സ് ബിഹേവ് different times of the day. മറ്റൊരു കാര്യം അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്, അദ്ദേഹം പരീക്ഷണത്തിൽ എല്ലാവരെയും വിശദീകരിച്ച് എന്താണ്? ദ അതർ പെക്യൂലിയർ തിങ് ഹി ഡെമോൺസ്ട്രേറ്റഡ് വാസ് ദ വേ പ്ലാന്റ്സ് ബിഹേവ് ഡിഫറെൻ്റ്ലി അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് ദ ഡേ. ഒരു ദിവസത്തിൽ പലതരത്തിൽ അത് ബിഹേവ് ചെയ്യുന്നു. പ്ലാന്റ്സ് ബിഹേവ് ഡിഫറെൻ്റ്ലി അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് ദ ഡേ. ഒരു ദിവസത്തിൽ പലതരത്തിൽ അത് ബിഹേവ് ചെയ്യുന്നു. ആരാണ്? പ്ലാന്റ്സ്. ഇപ്പോൾ ചൂട് കൂടുമ്പോഴും ചൂട് കുറയുമ്പോഴും ഒക്കെ. ബൈ ഒബ്സർവിങ് ട്രീസ് ഇൻ ഹിസ് നെയ്ബർഹുഡ് ഹി established that from 6 in the morning to 3 o'clock in the afternoon the plants behave in one way. അദ്ദേഹം എന്താണ് ഒബ്സർവ് ചെയ്ത്? ബൈ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. ബൈ ഒബ്സർവിങ് ട്രീസ് ഇൻ ദ നെയ്ബർഹുഡ്. അദ്ദേഹത്തിന് ചുറ്റുപാടുമുള്ള ട്രീസൊക്കെ അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ഹി എസ്റ്റാബ്ലിഷ് ദാറ്റ് ഫ്രം 6 in the morning to 3 o'clock in the afternoon, രാവിലെ 6 മണി മുതൽ 3 മണി വരെ പ്ലാന്റ്സ് ഒരു രീതിയിൽ റിയാക്ട് ചെയ്യുന്നു. ദ പ്ലാന്റ്സ് ബിഹേവ് ഇൻ one way and from there is in the afternoon to 6 in the morning, വൈകുന്നേരം 3 മണി 3 മണിക്ക് തൊട്ട് 6 in the morning, രാവിലെ 6 മണി വരെ പ്ലാന്റ്സ് മറ്റൊരു രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. പ്ലാന്റ്സ് ബിഹേവ് ഡിഫറെൻ്റ്ലി. ദിസ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു ചേഞ്ച് ഇൻ ദ ടെമ്പറേച്ചർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ, അന്തരീക്ഷത്തിലെ ഊഷ്മാവിലുള്ള വ്യത്യാസം കാരണം, ചൂടിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ദിസ് ഈസ് ആട്രിബ്യൂട്ട് ചെയ്യുക. എന്തുകൊണ്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്? ടെമ്പറേച്ചർ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ടുകൊണ്ട്. അല്ലാതെ എല്ലാവരും പറയും താമരയ്ക്ക് സൂര്യനോട് സ്നേഹമാണ്, സൺഫ്ലവറിൻ്റെ സൂര്യനെ സ്നേഹിക്കുന്നു. ഇവരെല്ലാവരും സൂര്യൻ ഉദിക്കുമ്പം മാത്രം പുറത്തു വരുന്നു അല്ലേ. അതെന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലൈറ്റിനോടുള്ള അതിൻ്റെ സെൻസേഷനാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചറിനോടുള്ള സെൻസേഷനാണ് ഫ്ലവർ ലോട്ടസും ലോട്ടസ് ഫ്ലവറും ഒക്കെ കാണിക്കുന്നത്, സൺഫ്ലവറും ഒക്കെ കാണിക്കുന്നത്. ഓക്കെ ചിൽഡ്രൻ, റീഡ് ദി ലെസൺ. ഓക്കെ, താങ്ക് യു.